റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വ്യാജരേഖ ചമച്ച് ലൈസൻസ് സ്വന്തമാക്കിയ ഷാപ്പുകളിലെ കള്ളും വ്യാജം. റിപ്പോർട്ടർ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. പാലക്കാട് പെർമിറ്റ് എടുത്ത ഒരു തോട്ടത്തിലും കള്ള് ചെത്തുന്നില്ലെന്ന് ഉടമ മുത്തുകുമാർ റിപ്പോർട്ടറിനോട് സമ്മതിച്ചു. ഷാപ്പുടമ AV ശശി 65 തെങ്ങിന് പെർമിറ്റ് എടുത്തെങ്കിലും ഒന്നുപോലും ചെത്തുന്നില്ലെന്ന് വ്യക്തമായി. മൂവാറ്റുപുഴ 12ാം റേഞ്ചിലെ കള്ളുഷാപ്പുകളുടെ പ്രവർത്തനത്തിലും അടിമുടി തട്ടിപ്പാണ്. മൂവാറ്റുപുഴയിലെ തോട്ടങ്ങളിലും ഈ ഷാപ്പുകൾക്ക് വേണ്ടി കള്ള് ചെത്തുന്നില്ലെന്ന് റിപ്പോർട്ടർ അന്വേഷണത്തിൽ വ്യക്തമായി. ചേട്ടൻ്റെ പറമ്പിൽ അവിടെ തോട്ടത്തിൽ AV ശശി എന്ന ഒരാളുടെ ഷാപ്പിലേക്ക് കള്ളി എത്തുന്നുണ്ടോ? ഇല്ല, നമ്മുടെ പോയിട്ടുണ്ട്. ചെത്തുന്നില്ല. ചെത്താൻ തുടങ്ങിയിരുന്നോ? അവർ ടി അടിച്ചിട്ട് പണിക്കാർ കിട്ടിയില്ല പറഞ്ഞ അങ്ങനെ വിട്ടിട്ട് പോയി. ചെത്തിയിട്ടേ ഇല്ല. അവര് ചെത്തിയിട്ടേ ഇല്ല. ശരിക്കും അവർ എപ്പം മുതലാ ചെത്തേണ്ടത്? കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി മുതൽ ചെത്തേണ്ടതല്ലേ? ഏപ്രിൽ 1-ാം തീയതി മുതൽ ചെത്തേണ്ട. റാംഷാ CP ഉണ്ട്. റാംഷാ CP, കിട്ടുന്ന കള്ളെല്ലാം കള്ളാണോ അതോ അതിൽ വ്യാജ കള്ളാണോ? മൂവാറ്റുപുഴയിൽ വ്യാജരേഖകൾ ചമച്ച് ലൈസൻസ് നേടിയ ഷാപ്പുകളിൽ അളക്കുന്ന കള്ളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ആശങ്ക ഉയരുന്നത്. അതായത് ഈ ഷാപ്പുകൾ നേരത്തെ ലൈസൻസിന് വേണ്ടി സമർപ്പിച്ച രേഖകളിൽ പറഞ്ഞിരുന്നത് 10 വീതം പനകൾ ഈ മൂവാറ്റുപുഴയിലെ ഷാപ്പിന്റെ പരിസരങ്ങളിൽ നിന്നും ചെത്തുന്നു എന്നതാണ്. പക്ഷെ നമ്മുടെ അന്വേഷണത്തിൽ അത്തരത്തിൽ പന പോലുമില്ല എന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. ചെത്തുന്നില്ലെന്ന് മാത്രമല്ല, പന പോലുമില്ല എന്നത് തന്നെയായിരുന്നു നമ്മുടെ കണ്ടെത്തൽ. അപ്പോഴാണ് ഇവർ മറ്റൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. പാലക്കാട് നിന്നാണ് ഈ കള്ള് ചെത്തി കള്ളുകൾ ഷാപ്പിലേക്ക് എത്തിക്കുന്നത്. അതിനുള്ള പെർമിറ്റ് ഇവർ നേടിയിട്ടുണ്ട് എന്നതുകൂടിയാണ് ഇവർ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ നമ്മൾ ഒരു അന്വേഷണം നടത്തുമ്പോഴാണ് പാലക്കാടുള്ള തോട്ടത്തിൽ ഒരു 65 തെങ്ങുകൾക്ക് ഇവർ ട്രീ ടാക്സ് അടക്കുകയും പെർമിറ്റ് നേടുകയും മറ്റു ഡോക്യുമെന്റുകളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിയമപരമായി ലഭിക്കേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം ഇവർ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു എഗ്രിമെന്റ് സ്ഥലം ഉടമയുമായി ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയായി ആ തോട്ടത്തിൽ ചെത്തു തുടങ്ങിയിട്ടില്ല എന്നതാണ്. അതായത് ഏപ്രിൽ 1-ാം തീയതി മുതലാണ് അവിടെ ചെത്തേണ്ടത്. പക്ഷേ അവിടെ ഇതുവരെ ചെത്തു തുടങ്ങിയിട്ടില്ല എന്നതാണ് ഈ തോട്ടം ഉടമയും സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിൽ ആകുമ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ ഷാപ്പുകളിൽ കള്ളെത്തുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ എക്സൈസ് മന്ത്രി ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാർത്തയെ തുടർന്ന് ഇക്കാര്യത്തിൽ വിശദമായൊരു റിപ്പോർട്ട് എക്സൈസ് മന്ത്രി തേടുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അരുൺ. റാംഷാ CP ആണ് വിവരങ്ങൾ നൽകിയത്.